ഹായ് ഫ്രണ്ട്സ്, ഞാൻ വന്നു വീണ്ടും ചുണ്ടങ്ങയുമായി. ചുണ്ടങ്ങ, ഇത് ചെറിയ ചുണ്ടങ്ങയാണ്. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു, ചുണ്ടങ്ങ കൊണ്ട് തിക്സാന ഉമ്മാന്ന് പറഞ്ഞിട്ട്. അത് കൊങ്കണി വിഭാഗത്തിൽപ്പെട്ട ഒരു കറിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നും അതുപോലെ തന്നെ നമ്മുടെ ജയശ്രീ ടീച്ചർ പറഞ്ഞിട്ടാണ് ഈ ഒരു അച്ചാറാണ് ചുണ്ടങ്ങയോട്ടുള്ള അവർ പറയുന്നത് എഡ്ഗൈ എന്നാണ് പറയുന്നത്. ചുണ്ടങ്ങ എഡ്ഗൈ എന്ന് പറഞ്ഞാൽ ചുണ്ടങ്ങ അച്ചാർ എന്നാണ്. നമ്മളിപ്പോൾ അതുപോലെ തന്നെ ചുണ്ടങ്ങ നാലായിട്ട് മുറിച്ച് അത് വെള്ളത്തിലിട്ട് തിരുമ്മി കഴുകി പിഴിഞ്ഞെടുത്തു. ഇനി അതിലേക്ക് ആവശ്യമുള്ള പൊടികൾ എന്ന് പറഞ്ഞാൽ ഉണക്കമുളക്, ഒരൽപ്പം പച്ചരി, കുറച്ച് കായം, പുളി വെള്ളത്തിലിട്ടത്. അപ്പോൾ ഈ മുളകൊന്ന് വറുത്തെടുക്കണം. ആദ്യമേ എണ്ണയില്ലാതെ ഒന്ന് ചൂടാക്കുക. അതിനുശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് വറുത്തെടുക്കാം. ചുണ്ടങ്ങിയൊക്കെ പല ആൾക്കാരും ഉപയോഗിക്കാൻ അറിയാൻ വയ്യാതെ ഉണ്ട്. പഴയ കാലങ്ങളിൽ ചുണ്ടങ്ങിയൊക്കെ നന്നായിട്ട് ഉപയോഗിക്കുമായിരുന്നു. ഇപ്പൊ ആരും അങ്ങനെ ചുണ്ടങ്ങിയൊന്നും ഉപയോഗിക്കുന്നില്ല. അപ്പൊ അതിന്റെ കുറച്ച് വിഭവങ്ങളൊക്കെ എനിക്ക് തയ്യാറാക്കി ഇടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ ടീച്ചർ നല്ലൊരു സഹായമാണ്. കാര്യം തനി നാടൻ വിഭവങ്ങളാണല്ലോ. അച്ചാറിനൊക്കെ ഇപ്പൊ വിനാഗിരിയൊക്കെ ചേർത്തിട്ടുള്ളതല്ലേ. പക്ഷെ ഇത് അങ്ങനെയൊന്നും അല്ല. ഇത് കൊങ്കണിമാര് ശരിക്കും പറഞ്ഞാൽ ദോശ കഴിക്കാൻ വേണ്ടിയിട്ടും ഇഡ്ഡലി കഴിക്കാൻ വേണ്ടിയിട്ടും ചോറിനൊക്കെ കൂടെ കഴിക്കാവുന്ന ഒരു അച്ചാറെന്ന് പറയുന്നു. പക്ഷെ ഒരു കറി പോലെയൊക്കെ ഉണ്ട്. പിന്നെ കുറേ ദിവസങ്ങളൊന്നും സൂക്ഷിച്ച് വയ്ക്കാൻ പറ്റുന്നില്ല. ഉണക്കമുളക് എണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട്, കായും എണ്ണയിൽ വറുത്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചരി അതിൻ്റെ കൂടെ ഇട്ടിട്ട് അതും കൂടി വറുത്തെടുത്ത ശേഷം ഒന്ന് തീ ഓഫ് ചെയ്തിട്ട് ഒരല്പം തണുത്ത ശേഷം അത് മിക്സഡ് ജാറിലേക്ക് മാറ്റി അതിലേക്ക് പുളിവെള്ളം ചേർത്ത്, ആ പുളിവെള്ളത്തിന് പ്രത്യേകത ഉണ്ട്. പുളിയിൽ ഉപ്പും കൂടി ഇട്ടിട്ടാണ്. അതായത് കല്ലുപ്പ് തിളപ്പിച്ച വെള്ളം ഒഴിച്ചാണ് പുളി കുതിർക്കാൻ വെച്ചിരിക്കുന്നത്, ഈ വെള്ളം. അപ്പൊ ആ വെള്ളത്തിന് ശരിക്കും അണുനാശിനി പോലെ തന്നെയാണ്. അതായത് തിളപ്പിച്ച വെള്ളം, കല്ലുപ്പ് ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിലാണ് പുളി ഇട്ട് വെച്ച് അത് പിഴിഞ്ഞെടുത്തിട്ടാണ് നമ്മളിത് അരച്ചത്. കുറച്ച് വെള്ളം, ആ ജാറ് കഴുകി വെള്ളം കൂടി നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ ഇച്ചിരി നീണ്ടിരിക്കും. ഇനി നമുക്ക് വെളിച്ചെണ്ണ ചൂടാക്കിയിട്ട് കടുക് പൊട്ടിക്കുക. അതിലേക്ക് ചെറിയ ജീരകം. അപ്പം പ്രത്യേകം ഓർക്കണം, വലിയ ജീരകം ഇടുന്നത്. കാര്യം ശരിക്കും കൊങ്കണിമാരെന്ന് പറയുന്നത് വെജിറ്റേറിയൻസ് ആണ്. അപ്പോൾ പെരിഞ്ജീരകമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ വേറെ നോൺ വെജിൻ്റെ ഫ്ലേവർ വരും. അങ്ങനെ ചെയ്യരുത്. കടുക് പൊട്ടിച്ചു, ചെറിയ ജീരകം പൊട്ടിച്ചു, കറിവേപ്പില ഇട്ടു. നന്നായിട്ട് മൂത്ത ശേഷം നമുക്ക് ഈ അരച്ചു വെച്ച അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളൊക്കെ സാധാരണ തിരിച്ചല്ലേ ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ കടുവറുത്തിട്ട് അരപ്പിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചൊക്കെ എടുക്കും അല്ലേ. ഇത് അങ്ങനെയൊന്നുമില്ല. നമ്മുടെ ആ ഗ്രേവിയിലേക്ക് കടുക്, ജീരകം, ചെറിയ ജീരകം, കറിവേപ്പില വറുത്തിട്ടു. വീണ്ടും ആ ചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ട് അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിക്കുവാണേ. കരിയിരിക്കുന്നതൊക്കെ കേട്ട് ആപ്പാടെ വായിൽ നല്ല വെള്ളം വരുന്നുണ്ട്. നല്ല പുളിയുടെ മണവും എരിവും ആ ജീരകത്തിൻ്റെ മണവും കറിവേപ്പില മണമൊക്കെ വന്നിട്ട് നല്ല ഇപ്പത്തിന് തൊട്ട് നിൽക്കാൻ തോന്നുന്നു. ഇതുകൂടി ബാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് വെയിറ്റ് ചെയ്യുന്നത്. അപ്പം ചെറിയ ചുണ്ടങ്ങ നാലായിട്ട് അരിഞ്ഞ് വെള്ളത്തിലിട്ട് തിരുമ്മി കഴുകി എടുത്തു, പിഴിഞ്ഞെടുത്തു. അത് എണ്ണയിൽ മൂപ്പിച്ച് വറുത്ത് കോരിയിട്ട് കഴിയുമ്പോൾ മക്കളെ നമ്മുടെ ചുണ്ടങ്ങ എഡ്ഗൈ തയ്യാർ. അപ്പം ഇത് 3-4 ദിവസമൊക്കെ ഇരിക്കും കേട്ടോ. പിന്നെ ഒത്തിരി വേറെ കാര്യങ്ങളും ചേർത്തുകൊണ്ട് കറികളായിട്ടൊക്കെ ഉപയോഗിക്കാം. അച്ചാർ എന്നുള്ള രീതിയിൽ ഉപയോഗിക്കാം. പക്ഷെ അച്ചാർ എന്നുള്ള പേര് മാത്രമേ ഉള്ളൂ. കുറേ ദിവസത്തേക്കൊന്നും വയ്ക്കാൻ പറ്റത്തില്ല. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ചുണ്ടങ്ങ എഡ്ഗൈ ഒരു വെറൈറ്റി കറിയാണ്. ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാം കേട്ടോ. നമുക്ക് വറുത്തരച്ച തീയലിൻ്റെ ഫ്ലേവർ അല്ല, പക്ഷെ എന്നാൽ അതുപോലെയൊക്കെ തന്നെയുണ്ട്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. കിട്ടുവാണെങ്കിൽ ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം. ചുണ്ടങ്ങ തന്നെ ഞാൻ കൊണ്ടുവരും, ഉറപ്പായിട്ടും. നാളെ ഇല്ല, ഈ ആഴ്ച തന്നെ കൊണ്ടുവരാം. അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഇതാണ് നമ്മളുടെ ജയശ്രീ ടീച്ചർ, ചേർത്തല റിട്ടയർഡ് ടീച്ചറാണ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.